ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുളുമണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. രാവിലെ നമ്മൾ റെഡിയായി റൂമൊക്കെ വെക്കേറ്റ് ചെയ്താണ് നമ്മളുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിന്ന് ആദ്യം പോകാൻ പോകുന്നത് കുളുമണാലിയിലുള്ള ഒരു ഷോൾ ഫാക്ടറിയിലേക്കാണ്. അവിടെ റേറ്റിൽ നമുക്ക് ഷോൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഷോളും സെറ്ററും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഫാക്ടറി. നമ്മുടെ പറഞ്ഞതിനകത്തുള്ളതായിരുന്നു കുളുമണാലിയിലൊരു ഷോൾ ഫാക്ടറി കൊണ്ടുവന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ചീപ്പ് റേറ്റിലാണ് ഇവിടെ ഷോളൊക്കെ കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോളായാലും അതുപോലെ സെറ്ററാണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി കണ്ട ശേഷം കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പോയത് അവിടെ തന്നെയുള്ളൊരു പാർക്കിലേക്കാണ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു സൂപ്പർ പ്ലേസ് തന്നെയാണ്. ഇതിനകത്തേക്ക് കയറാനായിട്ട് എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ വശിഷ്ഠ വില്ലേജ് വഴിയാണ് നമ്മളിവിടെ എത്തിയത്. അതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം കുട്ടികൾക്ക് വലിയ ചാർജൊന്നുമില്ല, വലിയ റേറ്റൊന്നുമില്ല ഇവിടെ. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം അകത്തേക്ക് കയറിയതാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ചിൽഡ്രൻസിൻ്റെ ഏരിയ ആണ്. ഇതിനകത്ത് കയറുന്നതിനായിട്ട് പ്രത്യേകം ഫീസുണ്ട്. 50 നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക്, ഒരു കുട്ടിക്ക് 50 എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാൻ നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയും അവിടുത്തെ ഡ്രസ്സിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മളന്ന് ഹിഡിംബ ടെമ്പിളിൽ പോയപ്പോൾ എടുത്തത് കൊണ്ട് ഇവിടുന്ന് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഒരു ഉച്ച വരെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോയി. ചട്ടിയിൽ ബിരിയാണിയൊക്കെ ഇട്ടിട്ട്, നമ്മുടെ നാട്ടിൽ പോയിട്ട് ചട്ടിക്കകത്ത് ബിരിയാണിയൊക്കെ കിട്ടി. അങ്ങനെ ഒരു ചട്ടി ബിരിയാണി മേടിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ച്. പിള്ളേർക്ക് മാഗി കിട്ടും, വേണ്ടവർക്ക് മാഗി മേടിച്ച് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണിക്ക്, അടിപൊളി ടേസ്റ്റായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അടുത്ത പോയത് ബീസ് റിവറിലേക്കാണ്. എന്താണ്ട് ഈ കാണുന്നതാണ് ബീസ് റിവർ. ഇതിലേക്കൂടാണ് ബോട്ടിങ് ഒക്കെ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. നല്ല സൂപ്പറാണ് കാണാനും, അടിപൊളി ഭംഗിയാണ്. കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത് പിള്ളേർ ആ വെള്ളത്തിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത്. അവിടുന്ന് ഞങ്ങൾ അടുത്തത് പോയത് വൈഷ്ണവി ടെമ്പിളിലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അവിടെയാണ് കയറിയത്, മണാലി റോഡിലും. വൈഷ്ണവി ദേവി ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. ഇതിനകത്ത് നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ച് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ കൊണ്ട് നമ്മളിവിടെ ചെരുപ്പ് കൊടുത്താൽ മതി, അവർ ആ റാക്കിലെടുത്ത് വെച്ചോളൂ. തിരിച്ച് വരുമ്പോൾ നമുക്കൊരു ടോക്കൺ തരും, അത് കൊടുക്കുമ്പോൾ ചെരുപ്പ് നമുക്ക് തിരിച്ച് തരികയും ചെയ്യും. ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുനിഞ്ഞിരുന്ന് വേണം നമ്മൾ കയറിപ്പോൻ. ഒരു ഗുഹയ്ക്കകത്താണ് സംഭവം. അപ്പോൾ നമ്മൾ കുനിഞ്ഞിരുന്ന് പതുക്കെ നിരങ്ങണ്ടിനാകും കേട്ടോ. അകത്തോട്ട് വരുമ്പോൾ ലൈറ്റിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ ഇതിനകത്തൂടെ വേണം പോകാൻ. ആ ഇരുട്ടത്ത് വന്നപ്പോൾ ഉള്ളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കയറി കഴിയുമ്പോൾ അകത്ത് ലൈറ്റുണ്ട്. പിന്നെ ആൾക്കാരിനകത്ത് ക്യൂ നിന്നാണ് തൊഴാൻ കയറുന്നത്. എല്ലാവരും കുറേശ്ശെ ആൾക്കാർ ക്യൂ നിന്ന് അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് തല നിവർത്തി നിൽക്കാൻ പറ്റും, കുറച്ച് ഉള്ളോട്ട് ചെന്ന് കഴിയുമ്പോൾ.
കണ്ട് അകത്ത് കണ്ട് ഇങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിലേ കൂടെ കയറി ഇതിലേ കൂടെ ഇറങ്ങണമെന്നൊരു പിടുത്തവും ഇല്ല. കുറേ വഴികളാണ് മൊത്തം. 4 വശവും കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കുറേ പ്രതിമകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ 3 ദിവസത്തെ കുളുമണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു വൈഷ്ണവി ദേവി ടെമ്പിൾ. നമ്മളിവിടുന്ന് നേരെ അവർ വോൾവോ സ്റ്റാൻഡിലേക്കാണ് ഇറക്കുന്നത്. അവിടുന്ന് വൈകുന്നേരത്തെ 6 മണിക്കത്തെ വോൾവോ ബസ്സിൽ കയറി മോർണിംഗ് 9 മണിയായപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അത് തിരിച്ചു പോകാനും നമ്മൾ രാജധാനിക്കാനാണ് ചെയ്തത്. കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ വോൾവോ ബസ് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മെട്രോയിൽ കയറി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോവുകയായിരുന്നു ചെയ്തത്. അവിടെ നമ്മൾ ട്രെയിൻ കയറി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കുറഞ്ഞ ചിലവിൽ ഒരു അടിപൊളി ടൂർ പാക്കേജ് ആയിരുന്നു. എല്ലാവരും പോയി നോക്കണം. പാക്കേജ് എടുത്ത ഏജൻസിയുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും പോകാൻ നോക്കുക. അപ്പോൾ ബൈ.